ഇത് മാറ്റി വെച്ച് നോക്കൂ. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾ എന്താ നോക്കി നോക്കൂ. ഒറ്റ മാസം അതിൽ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അത് ഫിസിക്കലി ആവട്ടെ, മെന്റലി ആവട്ടെ, സ്പിരിച്വലി ആവട്ടെ, ഏത് തരത്തിൽ നിങ്ങൾക്ക് അതിനെ ഒരു വല്ലാത്തൊരു വ്യത്യാസമാണ് വരാൻ പോണത്. ഒറ്റ മാസം. ഇത് വെറും വാക്കല്ല, നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. കാരണം എനിക്കത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ജോലിയുള്ള ആളാണ്, പക്ഷെ അവർക്ക് ഇത് സ്ട്രെസ് എന്നല്ല, അവരെ സ്വയം വിചാരിച്ചിട്ട് ഭയങ്കര മടിയാണ്, എനിക്ക് ഭയങ്കര മടിയാണ് എന്ന് പറയുന്നത്. അത് മടിയല്ല. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ അവർക്ക് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇവിടെ വരാൻ സൗകര്യം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അവർക്ക് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചിലപ്പോൾ ഈ വീഡിയോ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് 3 മിനിറ്റിൽ നിന്നിട്ടില്ല വെച്ചാൽ 2 ഷോർട്സ് ആക്കി ഇടേണ്ടി വരും. അപ്പം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കണ്ടിന്യൂ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്തായാലും വെക്കേഷനാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതായത് ഒരു ലോൺലിനെസ്, ഞാൻ ഒറ്റയ്ക്കാന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു മടി, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അത് വേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, പിന്നെ വേറൊരു കാര്യം ചെയ്യാം, അത് ചെയ്യാൻ പോകുമ്പോൾ അതിലും ശ്രദ്ധ കിട്ടുന്നില്ല, അങ്ങനെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, വല്ലാത്തൊരു മടി ഫീൽ ചെയ്യുക. അതൊരു മടി എന്നുള്ള വാക്കല്ല അതിന് ഉപയോഗിക്കേണ്ടത്. നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാകും അതിൽ. ഓവർ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ ഉള്ള കാരണങ്ങളാവാം. ഇതെല്ലാം നമുക്ക് വ്യായാമത്തിൽ കൂടിയും മെഡിറ്റേഷനിൽ കൂടിയും നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരും. ഇത് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത് കാണുന്ന ആരെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ, അതുപോലെ ഉറക്കക്കുറവ്, അതുപോലെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ നമുക്കായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എവിടെയോ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം, ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ട് നമ്മൾ അതന്നെ വിചാരിച്ചുകൊണ്ട് നമുക്കാണതെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ഹോൾ ഡേ കളയാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിന്ന് ചിന്ത മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് നമുക്കൊരാളോട് പറയാൻ പറ്റില്ല. ശരിക്കും ഇത് അറിയണ ഒരാൾക്ക് മാത്രമേ ഇതിനെ നമ്മളെ സഹായിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളോടൊന്ന് ഒരു അഡ്വൈസ് തരാൻ നമുക്ക് പറ്റുള്ളൂ. ഇത് അറിയാത്ത ഒരാളോട് പോയിട്ട്, അല്ലെങ്കിൽ എന്താ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒന്നും അറിയാത്ത ഒരാളോട് പോയിട്ട് ഇതിനെ പോയി പറഞ്ഞാൽ അവർ കളിയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അവർ ഒന്നും മിണ്ടാണ്ടിരുന്ന എന്ത് ആങ്സൈറ്റി, എന്ത് ഡിപ്രഷൻ, ലൈഫ് അങ്ങോട്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളാണ് കിട്ടുക. സോ നമുക്ക് ഇതിനെല്ലാം ഈ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ കൂടെ നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ 1 മാസത്തെ ക്ലാസ് എടുത്തു. ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ക്ലാസ് തുടങ്ങുകയാണ് 2 മാസത്തെ. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഈ വക പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ നമുക്കിതിന് പരിഹാരം കാണാൻ പറ്റും. നല്ല ഉറക്കം കിട്ടും, നല്ല ചിന്തയും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കും.